സ്നേഹാവസാണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം അല്ലേ. നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ഒക്കെ നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ പലരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നു? നമ്മുടെ ചട്ട്പട്ട് ഓർ നട്ട്ഖട്ട് എന്ന് പറയുന്ന ഒരു ചേട്ടന്റെയും ഒരു അനിയന്റെയും കഥയായിരുന്നു അല്ലേ. അതിലൊന്നെന്തായിരുന്നു? നല്ല കുരുത്തം കെട്ട ചെക്കനായിരുന്നു ചെറുത് എന്ന് പറയുന്നത്. നട്ട്ഖട്ട് എന്ന് പറയുന്നത് അല്ലേ കുസൃതി കുട്ടനായിരുന്നു. ചട്ട്പട്ട് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ചേട്ടനായിരുന്നു. അവൻ ഒക്കെ ഒരു നേരപ്പോ ടൈപ്പാണ്. അത് മാത്രമല്ല എല്ലാം സ്പീഡിൽ ചെയ്യുന്ന നല്ലവനായ ഉണ്ണിയായിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു അല്ലേ. അപ്പൊ അതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ കഥയിൽ. എന്നിട്ട് അവരിങ്ങനെ സദാ പോലെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു കാര്യം സംഭവിക്കുകയാണ്. എന്തായിരുന്നു? നമ്മുടെ നട്ട്ഖട്ട് ചെറുതായിട്ടൊന്ന് പുഴയിലേക്ക് തലയും കുത്തി താഴെ വീണു അല്ലേ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ ആ ഒരു ഫുൾ ചർച്ചാ വിഷയം എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗത്തിൽ മുഴുവൻ അല്ലേ. അപ്പൊ മിസ്സേ, ഈ ഒരു പാഠത്തിൽ നിന്നും നട്ട്ഖട്ടിനെയും ചട്ട്പട്ടിനെയും കുറിച്ച് മാത്രം പഠിച്ചാൽ മതിയോ? പോരാ, അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് നമ്മുടെ ഓണം എക്സാമിനും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അതേപോലെ നമ്മുടെ ആനുവൽ എക്സാമിനും ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഏതാണ്? ഓഫ് കോഴ്സ് എന്താണ്? നമ്മുടെ ഡയറിയാണ്. ഡയറി എഴുതാതെ ഒരു കഥാപാത്രം പോലും നമ്മുടെ ഹിന്ദിയിൽ പോകാറില്ല. എല്ലാ കഥാപാത്രങ്ങളും വീട്ടിൽ ചെന്നാൽ എന്തെഴുതും? ഡയറി എഴുതും. അത് മസ്റ്റാണ്. അപ്പൊ എന്താണ് ഇതിൽ? നമ്മുടെ നട്ട്ഖട്ടിന്റെ ഡയറിയാണ് നമ്മൾ പഠിക്കുന്നത്. ഡയറി പഠിച്ചാൽ എന്താ ഒരു ഉപകാരമുള്ളത്? ആ പാഠം മുഴുവൻ നമ്മൾ പഠിച്ചു എന്നാണ് അർത്ഥം. ആ പാഠത്തിൽ നിന്ന് എന്ത് വന്നാലും എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ മാറും ഡയറി പഠിച്ചു കഴിഞ്ഞാൽ. കാരണം എന്താണ്? പാഠത്തിന്റെ ആശയം ഒരു ഏകദേശ രൂപത്തിൽ നമ്മുടെ ഡയറിയിൽ ഉണ്ടാവും. അപ്പം ഡയറി പഠിക്കാതെ എന്ത് ചെയ്യരുത്? മക്കൾ പോകാൻ പാടില്ല. അപ്പൊ ഇതിൽ ആരുടെ ഡയറി വേണമെങ്കിലും വരാം. നമ്മുടെ നട്ട്ഖട്ടിന്റെ ഡയറി വരാം, അല്ലെങ്കിൽ നമ്മുടെ ചേട്ടന്റെ ചട്ട്പട്ടിന്റെ ഡയറിയും വരാം. പക്ഷേ നടക്കുന്ന കാര്യം എന്തായിരിക്കും? ഏകദേശം ഒന്ന് തന്നെയായിരിക്കും. ഒരാളുടെ ഡയറി പഠിച്ചാൽ മറ്റേ ആളുടെ ഡയറി നമുക്ക് എഴുതാൻ പറ്റും. അപ്പം നിർബന്ധമായിട്ടും ഒരു ഡയറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം എന്നാണ് മിസ് പറയുന്നത്. അപ്പൊ എന്തായാലും പഠിക്കണം. കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണം എക്സാമിനും ആനുവൽ എക്സാമിനും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നോക്കാം, ഡയറിയാണ്. ഡയറി എന്ന് വെച്ചാൽ എന്താണ്? രാവിലെ എണീറ്റു, പല്ല് തേച്ചു, കുളിച്ചു, ഇങ്ങനത്തെ കാര്യങ്ങളാണോ എഴുതുന്നത്? അല്ല അല്ലേ. നമ്മൾ 8ാം ക്ലാസ്സിൽ നിന്നും ഇത് പഠിച്ച കാര്യമാണ്. അന്നത്തെ എന്താണോ പ്രധാനപ്പെട്ട വിഷയം, ആ വിഷയം മാത്രം എഴുതിയും കൊണ്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഡയറി എന്ന് പറയുന്നത് അല്ലേ. ഡയറിക്ക് എന്തുണ്ട്? ഒരു ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ കണ്ടിട്ട് മക്കൾ പേടിക്കൊന്നും വേണ്ട. അതിൻ്റെ ഉള്ളിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മിസ് പറഞ്ഞു തരുമ്പോൾ എന്താവുന്നറിയോ? ക്ലിയർ ആയിക്കോളും. പക്ഷെ ഇത് പഠിക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ ആദ്യം ഒരു ഡയറി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എഴുതുമ്പോൾ എപ്പോഴും ഒരു ബോക്സ് ഒക്കെ വരച്ച് വൃത്തിക്ക് എഴുതണം. അല്ലാതെ ഇങ്ങനെ വെറുതെ എഴുതരുത്. നമ്മുടെ എക്സാം ഷീറ്റിലാണെങ്കിലും ആൻസർ ഷീറ്റിലാണെങ്കിലും മക്കൾ ഡയറി എഴുതുമ്പോൾ നല്ല വൃത്തിക്ക് ഒരു സ്കെയിലും പെൻസിലൊക്കെ കൊണ്ടുപോയിക്കോളാം. നന്നായിട്ട് എഴുതണം കേട്ടോ. അതേപോലെ പലരും ഇടാത്തൊരു സംഭവമാണ് ഇതേ ഡേറ്റും ഡേയും ടൈമും ഒന്നും എഴുതി വെക്കത്തില്ല. അത് എഴുതണം, നിർബന്ധമാണ് കേട്ടോ. നിർബന്ധമായിട്ടും അത് എഴുതിയിട്ടുണ്ടാവണം. ഒരു ഡയറി അല്ലേ, ഒരു സ്റ്റൈലൊക്കെ വേണ്ട അതിന്. അപ്പൊ നോക്കി എന്താണ്? ആദ്യം നിങ്ങൾ എന്ത് എഴുതാ? ഡേ, ഏത് ദിവസമാണെന്ന് എഴുതാ? സോമവാർ, രവിവാർ, ശുക്രവാർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസം എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇതേ ഡേറ്റ് ഏതാണ്? ഇഷ്ടമുള്ള ഒരു ഡേറ്റും എഴുതി വെക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. സിമ്പിളായിട്ട് എഴുതാം കേട്ടോ. പിന്നെന്താണ്? ടൈം പലരും എഴുതില്ല, പക്ഷെ നമ്മുടെ ഫോർമാറ്റ് നമ്മൾ എഴുതിക്കോളാം. ടൈം എഴുതുന്നത് ഇപ്പോഴത്തെ അപ്ഡേറ്റഡ് ഡയറിയുടെ സിലബസ് പ്രകാരം ഈ സാധനം ഉണ്ട്, ടൈം ഉണ്ട്. അപ്പം എന്ത് ചെയ്യുക മക്കൾ? ടൈം ഒന്ന് എഴുതാം. ടൈം എങ്ങനെയാണ്? 9 ബജെ. രാത്രി വേണമെങ്കിൽ രാത്രി എഴുതാം, അല്ലെങ്കിൽ രാത്രിയാണല്ലോ നമ്മൾ സാധാരണ ഡയറി എഴുതാറ്. അതുകൊണ്ട് രാത്രി എന്ന് എഴുതണം എന്നില്ല. ടൈം എഴുതിക്കോളാം. 9 ബജെ, 8 ബജെ. 9 എന്ന് വെച്ചാൽ 9 മണിയായിട്ടുണ്ട്. ബജെ ചേർക്കാൻ മറന്നു പോകരുത്. കാരണം 9 എന്ന് മാത്രം എഴുതിയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ 8 എന്ന് മാത്രം എഴുതിയിട്ട് കാര്യമില്ല. ബജെ 9 മണിയായിട്ടുണ്ട് എന്ന് ചേർക്കണം. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അങ്ങനെയൊക്കെ നമ്മൾ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മളുടെ കഥ എഴുതലാണ്. കഥ എഴുതൽ എന്നല്ല, ഇമോഷൻസും കൂടി വരണം അതിൻ്റെ ഉള്ളിൽ. നോക്കിക്കേ, ആദ്യം സങ്കടമാണോ നമ്മുടെ കഥാപാത്രത്തിന്, സന്തോഷമാണോ, അതിനനുസരിച്ചിട്ട് വേണം തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മുടെ നട്ട്ഖട്ടിന് ശരിക്കും പറഞ്ഞാൽ സങ്കടമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവനെന്താണ്? ഒരു മരണം മുന്നിൽ കണ്ടു വരികയാണല്ലേ. അപ്പം അന്നത്തെ ദിവസം അവൻ എന്തായിരിക്കും? നല്ല സങ്കടമുള്ള ദിവസമായിരിക്കും. എന്തൊക്കെ പറയണം? ചേട്ടൻ എന്നെ രക്ഷിച്ച കഥ പറയണം, അമ്മേനോട് പരാതി പറയാത്തത് പറയണം, പിന്നെ വേണമെങ്കിൽ ഓടിയ കാര്യം പറയാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്താം. മെയിനായിട്ട് വീണ കാര്യമാണ് എഴുതേണ്ടത്. കാരണം അതാണ് അവൻ്റെ ജീവിതത്തിൽ അന്ന് മറക്കാൻ പറ്റാത്ത ഓർമ്മയായിട്ടുള്ളത്. അപ്പം നമ്മൾ എഴുതാണേ. ശ്രദ്ധിച്ചോളാ. ഓഹ് എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ, കുറച്ച് ഇമോഷൻ മാറി വെതറുക. ഓഹ് എന്ന് വെച്ചാൽ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കിക്കോളാം കേട്ടോ. ഓക്കെ, ഒരു എക്സ്ക്ലമേറ്ററി മാർക്കൊക്കെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ 2-3 കുത്തൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നോക്കിക്കേ, ആജ് കാ ദിൻ മേ കേസെ ഭൂലും. ആജ് കാ, ഇന്നത്തെ.
പല മക്കളും ഇസ് ദിൻക എന്നൊക്കെ എഴുതാറുണ്ട്. അങ്ങനെയൊന്നും എഴുതണ്ട കേട്ടോ. ആജ് എന്ന് പറഞ്ഞാൽ ഇന്നാണ് എന്നുള്ള കാര്യം പഠിച്ചു വെച്ചോളൂ. അത് തലയിൽ ഉണ്ടാവണം എപ്പോഴും. ആജ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുക കേട്ടോ. പിന്നെ ആച്ച് എന്നൊന്നും എഴുതി വെക്കരുത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൂടാതെ ആജ് എഴുതാൻ വേണ്ടി നോക്കുക കേട്ടോ. പിന്നെ എന്താണ് ആജ് കാ ദിൻ മേ കൈസെ ഭൂലും, ഞാൻ കൈസെ എങ്ങനെ ഭൂലും മറക്കും. അന്നത്തെ ദിവസം നമ്മുടെ ഞെട്കിട്ടിന് മറക്കാൻ വയ്യ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതിയത് അല്ലേ. എന്നിട്ട് 2-3 കുത്ത് നമ്മൾ വീണ്ടും ഇട്ട് കൊടുക്കുന്നു. ऐसा അനുഭവ്, ഇങ്ങനെ ഒരു അനുഭവം ജിന്ദഗി മേ പെഹലി ബാർ ഹുവാ ഹേ. എഴുതുമ്പോൾ ടീച്ചർമാർ ഇംപ്രസ് ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ ഒരു എഴുത്ത് നമ്മൾ എഴുതണം. അപ്പൊ ഇങ്ങനെയൊക്കെ തുടങ്ങണം. നോക്കിക്ക് എന്താണ് ऐसा അനുഭവം, ഇങ്ങനത്തെ അനുഭവം ജിന്ദഗിയിൽ. ഇതിനു മുമ്പ് അവൻ വീണ് പരിചയമുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ് ഇങ്ങനത്തെ ഒരു അനുഭവം ജിന്ദഗിയിൽ, ലൈഫിൽ. ജിന്ദഗി എന്ന് വെച്ചാൽ എന്താണ്? ജീവിതമാണ്. ലൈഫിൽ പെഹലി ബാർ ഹുവാ ഹേ. പെഹലി ബാർ എന്ന് വെച്ചാൽ എന്താണ്? ഓക്കെ, ഫസ്റ്റ് ടൈം ആണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാണ്. ഫസ്റ്റ് ടൈം ആണ് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് നോക്കിക്കേ, അഗർ ഭയ്യ നഹി ഹോത്തെ, അഗർ ഒരു പക്ഷേ ഭയ്യ നഹി ഹോത്തെ, ചേട്ടനില്ലായിരുന്നെങ്കിൽ എന്ത് പറ്റുമായിരുന്നു? ചേട്ടനില്ലെങ്കിൽ അവൻ എന്താണ്? യെസ്, RIP ആയി പോവുമായിരുന്നു അല്ലേ. ചേട്ടന് നീന്താൻ അറിയുന്നോണ്ട് അവൻ രക്ഷപ്പെട്ടു അല്ലേ. അപ്പൊ എന്താണ്? ഭയ്യ നഹി ഹോത്തെ, ചേട്ടനില്ലായിരുന്നെങ്കിൽ. തോ മേ മർ ഗയാ ഹോത്ത, ഞാൻ മരിച്ചിട്ടുണ്ടാവും എന്ന് പറയാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് അല്ലേ. ആജ് സ്കൂൾ ലോട്ടത്തെ സമയ. എന്നിട്ട് നമ്മൾ പറയാണ് എന്താ സംഭവിച്ചത്, എക്സാക്ട് എന്താ സംഭവിച്ചതെന്ന് പറയാണ് കേട്ടോ. ഇന്ന് സ്കൂൾ ലോട്ടത്തെ സമയം, സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് മേ നദി കെ പാസ് ഗയ, ഞാൻ എങ്ങോട്ട് പോയി? ഞാൻ നദിയുടെ അടുത്തേക്ക് പോയി. നദി കെ പാസ് എന്ന് വെച്ചാൽ നദിയുടെ അരികിലോട്ട് പോയി. കാഗസ് കി നാവ് ബഹാന, കാഗസിന്റെ ഇത് നമ്മുടെ പേപ്പർ ആണ് അല്ലേ. പേപ്പറിന്റെ നാവ് ബഹാന എന്ന് വെച്ചാൽ എന്താണ്? ഒഴുക്കുക എന്ന് പറയുന്നത്. കയ്യീ ദിൻകി മേരി ഇച്ഛാത്തി, എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു. ആയിരുന്നല്ലോ. എന്നിട്ട് കുറേ കാലത്തിന് ശേഷമാണ് അവൻ എന്ത് ചെയ്യുന്നത്? ഈ ബോട്ട് ഉണ്ടാക്കി വിടുന്നത് അല്ലേ. അപ്പം അങ്ങനെ പറയാം നമ്മൾ എന്താണ്? ഒരുപാട് കാലത്തെ മേരി ഇച്ഛാത്തി, എൻ്റെ ആഗ്രഹമായിരുന്നു. വൽത്തോ പൂരാ ഹുവ, അതൊക്കെ ഫുൾ ആയിട്ടുണ്ട്, അതൊക്കെ പൂർണ്ണമായിട്ടുണ്ട്. പക്ഷെ ചെറിയൊരു പ്രശ്നം പറ്റി. എന്താണ്? ലേക്കിൻ മേരാ പാവ് ഫിസൽ ഗയ ഓർ മേ നദി മേ ഗിർ ഗയ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എന്ത് ചോദിച്ചാലും അന്ന് നടന്നത് എന്താണ്? എൻ്റെ കാല് വഴുതി വെള്ളത്തിൽ വീണു. ഇനി ചട്പടാണ് ഡയറി എഴുതുന്നെങ്കിൽ മക്കൾ ആലോചിച്ച് നോക്കൂ. എന്താണ്? ചോട്ടെ കുഞ്ഞൻ്റെ പാവ് ഫിസൽക്കർ നദീമേ ഗിർ ഗയാത്ത എന്നുള്ളത് പഠിക്കണം. ഇനിയിപ്പോൾ സംഭാഷണമാണ്. അമ്മേനോട് എന്ത് ചെയ്യാണ്? നമ്മുടെ നട്കട്ട് നടന്ന സാധനങ്ങളൊക്കെ പറയാണ്. എന്താ സംഭവിച്ചത് ചോദിച്ചാൽ എന്ത് പറയും? പാവ് ഫിസൽക്കർ ഗിർ ഗയാത്ത. ഈ വാക്ക് നിങ്ങൾ മറന്നു പോവേ ചെയ്യരുത്. പാവ് ഫിസൽക്കർ ഗിർ ഗയാത്ത. എന്ത് ചെയ്തു? കാല് വഴുതി വീണു പോയിട്ടുണ്ടായിരുന്നു നദിയിൽ. അതങ്ങനെ പഠിച്ചു വെച്ചോളാം. എന്ത് ചോദിച്ചാലും അതാണ് നമ്മുടെ ആൻസർ അല്ലേ. അന്ന് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അപ്പം അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിച്ച് വെക്കുക. പിന്നെന്താണ് നമ്മൾ പറയാണ്? മുझे तैरने नहीं आता था, എനിക്ക് എന്താ അറിയില്ലായിരുന്നു? തൈർന, നീന്താൻ, നഹി ആത്താത്ത, അറിയില്ലായിരുന്നു എന്ന് നമ്മുടെ കുഞ്ഞൻ പറയുന്നുണ്ട് അല്ലേ. ഇസ്ലിയെ നദി മേ ഡൂബ് ഗയ, അതുകൊണ്ട് നദിയിൽ ഡൂബ് ഗയ. ഡൂബ് ഗയ എന്നാണ്? മുങ്ങിപ്പോയി എന്ന് പറയാണ് അല്ലേ. ഡൂബ് എന്ന് വെച്ചാൽ മുങ്ങുക എന്നുള്ള അർത്ഥം കേട്ടോ. മുങ്ങിപ്പോയി പാവം അല്ലേ. മേരെ ഭാഗ്യസെ, എൻ്റെ ഭാഗ്യം കൊണ്ട്. ഓക്കെ, ഭാഗ്യസയൊക്കെ പഠിക്കാൻ എളുപ്പമാണ്, സിമ്പിൾ വാക്കാണ്. ഇത് ഞാൻ മലയാളീകരിച്ച് എഴുതിയേക്കാണ്. മേരെ ഭാഗ്യസെ, എൻ്റെ ഭാഗ്യം കൊണ്ട്. ബഡാബായി ആക്കർ, വലിയ ചേട്ടൻ, അതായത് എൻ്റെ ചേട്ടൻ വന്നിട്ട് മുझे ബച്ചാലിയ, എന്നെ രക്ഷിച്ചു. ബച്ചാലിയ എന്ന് വെച്ചാൽ എന്താണ്? രക്ഷിച്ചു എന്നുള്ള മീനിങ് കേട്ടോ. അവനെ രക്ഷിക്കുകയാണ് ഉണ്ടായത്. ബഹുത് ഡരാവന അനുഭവത്ത, ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കട്ടോ. ഇതൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള വാക്കുകളാണ്. അത് വളരെ ഡറാവന അനുഭവത്ത. ഡറാവന എന്ന് വെച്ചാൽ എന്താണ്? പേടിപ്പിക്കുന്ന ഒരു അനുഭവം തന്നെയായിരുന്നു അതല്ലേ. അപ്പോൾ പേടിപ്പിക്കുന്ന അനുഭവമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതുകയാണ്. ഇസ്കെ ബാദ് ഹം ദോനോ കോ കപ്പടെ സുഖാനെ കെ ലിയെ ദോടന പടാ. അതിനുശേഷം ഞങ്ങൾ രണ്ടാളും എന്താണ്? കപ്പടെ സുഖാനെ കേരിയെ, ഞങ്ങളുടെ ഡ്രസ്സ് ഉണക്കാൻ വേണ്ടിയിട്ട് ഓടേണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ എഴുതിയാൽ മതി. ആ പോയിന്റ് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ആജ് മേ ഒരു ബഡാബായി അച്ഛേ ദോസ്ത് ബൻ ഗയെ, ഇത് എഴുതണം. കാരണം എന്താണ്? ഇത്രയും കാലം അവർ രണ്ടാളും എന്താണ്? ഒരാൾ മുന്നിൽ നടക്കും, ഒരാൾ ബാക്കിൽ നടക്കും, അങ്ങനത്തെ ഒക്കെ പരിപാടിയായിരുന്നു. പക്ഷെ ആദ്യമായിട്ട് അവരെന്ത് ചെയ്തു? ഒരുമിച്ച് കൈ പിടിച്ചിട്ട് ഒക്കെ ഓടുകയാണ്. പേരും നന്നായിട്ട് തിക് ഫ്രണ്ട്സ് ആയിട്ട് മാറുകയാണ് അല്ലേ. അപ്പം അത് നമ്മൾ എഴുതുകയാണ്. ആജ് മേ ഒരു ബഡാബായി, ഇന്ന് മേ, ഞാനും, ബഡാബായിയും എൻ്റെ ചേട്ടനും എന്തായി മാറി? കട്ട ചങ്ക്സ് ആയിട്ട് മാറി. അതിനെന്താ നമ്മൾ പറയുന്നത്? അച്ഛേ ദോസ്ത് ബൻ ഗയേ, നല്ല ഗുഡ് ഫ്രണ്ട്സ് ആയിട്ട് മാറി എന്ന് പറയാണ് അല്ലേ. ബായിനെ മാസേ ശിക്കായത് ബി നഹി കിയ, അവൻ്റെ ഏറ്റവും വലിയ പേടി എന്തായിരുന്നു? നമ്മുടെ നട്കട്ടിൻ്റെ കുഞ്ഞങ്ങനെ കരയുന്നുണ്ടല്ലേ, നദിയിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്നപ്പോൾ തന്നെ അവൻ ലോക കരച്ചിലായിരുന്നു. എന്താണ്? നീ അമ്മേനോട് പറഞ്ഞു കൊടുക്കൂലേ, ഈ പരാതി പറഞ്ഞു കൊടുക്കൂലേ എന്ന് പറഞ്ഞിട്ടൊരു കരച്ചിലുണ്ടായിരുന്നു അല്ലേ. അപ്പം
നമ്മുടെ ഈ ഡയറിയിൽ എഴുതുകയാണ് എന്ത്, ചേട്ടൻ അമ്മേനോട് പരാതിയൊന്നും പറഞ്ഞില്ല, ചേട്ടൻ നല്ല ചേട്ടനായി അല്ലേ. അപ്പൊ എന്താണ്, ബായിനെ ചേട്ടൻ മാസെ അമ്മയോട് ഷിക്കായത്ത് ബി നെഹി കിയ. ഷിക്കായത്ത് എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പരാതിയാണ് അല്ലേ. പരാതിയും നെഹി കിയ ചെയ്തില്ല. അതുകൊണ്ട് അവൻ കുറച്ച് ഹാപ്പിയാണ് കേട്ടോ. പിന്നെ പറയുകയാണെന്ത്, പർ മേ മാക്കു പാനി മേ ഗിർനെ കെ ബാരെ മേ ജറൂർ ബത്താവുക. നമ്മുടെ നട്കട്ടില്ലേ, പക്ഷെ പറയാണ്, ഡയറിയിൽ പറയുന്നേ ഉള്ളേ, പറഞ്ഞിട്ടില്ല, ഡയറിയിൽ പറയാണ്, പക്ഷെ ഞാൻ വീണ കാര്യം ഉണ്ടല്ലോ അമ്മയോട് എന്തായാലും പറയും എന്നവൻ പറയാണ്. നോക്കിക്കേ, പർ മേ ഞാൻ മാക്കു അമ്മയോട് പാനിമേ ഗിർനേക്കെ ബാരമേ പാനിയിൽ വീണു പോയ കാര്യം എന്ത് ചെയ്യും, ജറൂർ ബത്താവുക എന്തായാലും പറയും എന്ന് പറയാണ്. അവൻ കുറച്ച് പെട്ടെന്ന് അങ്ങ് നന്നായി പോയി, ഒരു വെള്ളത്തിൽ വീണപ്പോ അല്ലേ. അപ്പൊ അതൊക്കെ വെച്ച് നമ്മൾ എഴുതാണ് ആജ്സേ. അപ്പൊ അവൻ ഡയറിയിൽ ഒരു ശബ്ദം എടുക്കുകയാണ്, ആജ്സേ ഇന്ന് മുതൽ മേ അച്ചാലെടുക്കാ ബഞ്ചാവുക, ഞാൻ നല്ലൊരു കുട്ടിയായിട്ട് മാറും. അപ്പൊ ആ ശബ്ദമൊക്കെ എഴുതണം കേട്ടോ, ഇതൊക്കെ നല്ലതാ എഴുതുന്നത് അല്ലേ. അപ്പൊ ഇന്ന് മുതൽ ഞാൻ എന്താണ്, അച്ചാലെടുക്കുകയാണ്, നല്ലൊരു കുട്ടിയായി മാറാൻ പോവാണ്. കബീബി ഏസാ നട്കട്പൻ നെഹി കരുങ്ക. കബീബി ഒരിക്കലും ഏസാ നട്കട്പൻ. നട്കട്പൻ എന്ന് വെച്ചാൽ എന്താണ്, കുസൃതിത്തരമാണ് കേട്ടോ. നമ്മുടെ നട്കട്ട് എന്നായിരുന്നു അവന്റെ പേര്. നട്കട്പൻ എന്ന് വെച്ചാൽ എന്താണ്, കുസൃതിത്തരമാണ് കേട്ടോ. കുസൃതിത്തരം, അതായത് കുസൃതി. നെഹി കരുങ്ങ, ഇനി ഞാൻ ഇങ്ങനത്തെ കുസൃതി ഒന്നും കളിക്കില്ല, ഞാൻ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, ഞാൻ സൂപ്പറായിട്ട് നല്ല മോനായിട്ട് മാറാൻ പോവുക എന്നുള്ളൊരു ശബ്ദം എടുക്കുകയാണ്, അവൻ ഡയറിയിൽ എഴുതുകയാണ്. ആജ് കാ ദിൻ മേരെ ലിയേ അവിസ്മരണീയ ദിൻ താ. എല്ലാ ഡയറിയും ഇങ്ങനെ അവസാനിപ്പിച്ചാൽ മതി. എന്താണ്, ആജ് കാ ദിൻ ഇന്നത്തെ ദിവസം, മേരെ ലിയേ എന്നെ സംബന്ധിച്ചിടത്തോളം, ഏക്ക് അവിസ്മരണീയ ദിൻ താ അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡയറി നിർത്തുകയാണ്. ഓക്കെ, അപ്പോൾ ഡയറിയുടെ ഫോർമാറ്റ് മക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഡേറ്റ് ഡേ ഒക്കെ വേണം. പിന്നെ ഇമോഷൻ എന്താണോ, സങ്കടമാണോ സന്തോഷമാണോ എന്നുള്ള കാര്യം എഴുതണം. സങ്കടമാണെങ്കിൽ ഇങ്ങനെ തുടങ്ങാം, പിന്നെ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയായിരിക്കണം. എല്ലാ ഡയറിയും ഇന്നത്തെ ദിവസം അവിസ്മരണീയമായിട്ടുള്ള ഒരു ദിനമായിരുന്നു എന്ന് പറഞ്ഞിട്ട് നിർത്താം. ഓക്കെ, ഇതാണ് നമ്മുടെ നട്കട്ടിന്റെ ഡയറി എന്ന് പറയുന്നത്. ചട്പടിന്റെ ഡയറിയും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് ഭാഗങ്ങൾ മാത്രം മാറ്റി കൊടുത്താൽ മതി. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഡയറി പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ചട്പട് ഓർ നട്കട്ട് എന്ന് പറയുന്ന പാഠം നിങ്ങൾക്ക് സെറ്റാണ്. സൂപ്പറായിട്ട് എഴുതാൻ പറ്റും. അതിന് എന്ത് വന്നാലും ഒരു ഏകദേശം ഐഡിയക്ക് അനുസരിച്ച് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.